അടിസ്ഥാനപരമായിട്ട് നമ്മൾ വെൽത്തും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി ആൾക്കാരുടെ ബ്ലെസ്സിങ്സും ഒത്തിരി ആൾക്കാരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയൊക്കെ നമ്മളെ വന്ന് അക്കുമുലേറ്റ് ചെയ്യും. ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ അടുത്ത് നിന്നെങ്കിലും താങ്ക് യു കേട്ടിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. നമ്മൾ മലയാളികൾ, ടിപ്പിക്കൽ മലയാളി, ഒരാളുടെ അടുത്തും ബ്രാക്ക് കേട്ടിട്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുള്ളൂ. ഇവിടെ നില കിട്ടി റോഡിൽ പോയി വഴക്ക് പിടിക്കുക, അവിടെ പോയി ഒരു നല്ല കാര്യം എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വളരെ അപൂർവമായിട്ട് നിങ്ങൾ മിക്കവാറും ഈ ബസ്സിലും അല്ല ചില വണ്ടികളുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഈ ഡ്രൈവർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുന്നു പറഞ്ഞ് ചിലപ്പോൾ ഫോൺ നമ്പർ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എറണാകുളത്ത് ചോയ്സ് സ്കൂളിൻ്റെ ഓണർ ഭയങ്കര ഡ്രീമറാണ്. പുള്ളി ഒത്തിരി ക്രാഷ് ചെയ്ത് മുഴുവൻ ലയബിലിറ്റിയിലായി, മുഴുവൻ പ്രശ്നങ്ങളായി. അങ്ങേരുടെ ക്ലബ്ബിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ആൾക്കാർ ഇരിക്കുകയില്ല, മാറിയിരിക്കും, ഫോൺ എടുക്കുകയില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പുള്ളി ചെമ്മീൻ എക്സ്പോർട്ടായിരുന്നു. 2-3 കണ്ടെയ്നർ റിജക്റ്റായി മുഴുവൻ ക്രാഷ് ചെയ്ത് മുഴുവൻ ലയബിലിറ്റിയിലായ ആളാണ്. അവിടുന്ന് റീബിൽഡ് ചെയ്തതാണ് പുള്ളി. അതിനുശേഷം ലിക്കറടിക്കും, സ്വന്തമായിട്ട് ബാർ, പുള്ളിക്കും പുള്ളിയുടെ സ്റ്റാഫിനും കഴിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ബാർ തുടങ്ങി അവിടുന്ന് കഴിക്കുള്ളൂ. കാരണം പുള്ളി അനുഭവിച്ചതിന് മുഴുവൻ പ്രതികാരം ചെയ്തതാണ്. അതായത് പുള്ളി നേരത്തെ ക്ലബ്ബിൽ പോയപ്പോൾ പുള്ളിയുടെ ടേബിളിൽ നിന്ന് ആൾക്കാർ മാറിയിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതികാരമായിട്ട് പുള്ളി വൻ തിരിച്ചുവരവ് തന്നെ. പുള്ളിക്ക് മെഴ്സിഡീസിൻ്റെ SLX ഉണ്ടായിരുന്നു, അതായത് ടോപ്പ് കവറില്ലാത്ത SLX. അപ്പോൾ 2 സീറ്റ്. അപ്പം നിൻ്റെ വണ്ടിക്ക് 2 സീറ്റേ ഉള്ളൂ എന്ന് വരെ പറഞ്ഞു കളി. അത് 4 പേർക്ക് പോകേണ്ടതല്ലേ സാധാരണക്കാരൻ. 2 സീറ്റിൻ്റെ തന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ 2 സീറ്റിൻ്റെ വാങ്ങിയെന്ന് വരെ അദ്ദേഹത്തിന് പറഞ്ഞൊരു ഇൻസൾട്ട് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് പുള്ളി തിരിച്ചു വന്ന വലിയ ഡ്രീമറാണ്. അതോടെയാണ് ഫൈറ്റർ. ഒരു ഫൈറ്റർ എന്ന് പറഞ്ഞാൽ എമർജ് ചെയ്യുന്ന ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആകുന്നത് അങ്ങനെയാണ്. അതുപോലെ അഡ്വേഴ്സിറ്റി വരുന്ന സമയത്ത് അവിടെ ഫൈറ്റ് ചെയ്യുന്നവരാണ് ഹീറോ. അല്ലാതെ അവിടെ കരഞ്ഞ് മാളത്തിൽ കയറുന്നവരല്ല ഹീറോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചോയ്സ് സ്കൂളിൻ്റെ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് ഈ ഡ്രൈവർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. രണ്ടും സെയിമാണ് എഴുതുന്നത്. നമ്പർ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പല സ്ഥാപനങ്ങളും ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഡ്രൈവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റാഷ് ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ എഴുതുന്ന സെൻറ്റൻസിൽ തന്നെ പോസിറ്റീവാക്കി മാറ്റുന്നത് കണ്ടോ. അതായത് ഈ ഡ്രൈവർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് നമ്പർ എഴുതിയിട്ടുണ്ട്. ചോയ്സ് സ്കൂളിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനകൾ പോലും നമ്മൾ പലപ്പോഴും മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. എൻ്റെ ദാരിദ്ര്യം മാറ്റി തരണേ. നമ്മൾ എന്ത് വാക്കാണോ ഉപയോഗിക്കുന്നത് അതാണ് എനർജിയായി മാറുന്നത്. അതാണ് അൺഫോർച്ചുനേറ്റ്. ദാരിദ്ര്യം മാറ്റിത്തരണേ എന്നുള്ളത് ആകത്തില്ല. ദാരിദ്ര്യം നമ്മൾ അട്രാക്ട് ചെയ്യും. എന്താണോ നമ്മൾ പറയുന്നത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ചുമ്മാ രാവിലെ പ്രാർത്ഥിക്കുക. അതാണ് സെൽഫ് ടോക്ക്. ചുമ്മാ നമ്മൾ കണ്ണാടി നോക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എഫക്റ്റ് വരുന്നപ്പോഴാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ മുഴുവൻ അഫർമേഷനാണ്, സെൽഫ് അഫർമേഷൻ. നമ്മൾ അകത്ത് കോറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഒന്നും ശരിയാകുന്നില്ല, ഒന്നും നന്നാകുന്നില്ല. ഇങ്ങനെ വീട്ടുകളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ ലേഡീസൊക്കെ. ഇങ്ങനെ എന്നാ ചെയ്താലും ഗതി പിടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഇങ്ങോട്ട് കിട്ടും, പൊതിക്കെട്ട് പോലെ. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം നമ്മൾ 2-3 hours നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫോണിൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന അവിടെ കട്ട് ചെയ്യാം. നമ്മുടെ രാവിലെ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ടൈം വേസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാം. ഉറക്കമൊന്നും ഒത്തിരിയൊന്നും വേണ്ടത്. 6 മണിക്കൂർ ആവശ്യത്തിലധികമാണ് 6 hours. 8 മണിക്കൂർ എന്നൊക്കെ ഇവിടെ ആരും പറയുന്നത് വെറും പോഴത്തര ഒരു കാര്യമില്ല. സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല ഫുഡിനകത്തും ഹെൽത്തിനകത്തും കെയർ എടുക്കുന്ന ഒരാൾക്ക് 6 മണിക്കൂർ ആവശ്യത്തിലധികമാണ്.